ചൊറിഞ്ഞുകൊണ്ട് വരും. കുക്കി കുക്കി കുക്കിയേ. എന്തുവാ പെണ്ണെ കിടന്ന് വാ തുറക്കുന്നേ? നീ ഇങ്ങ് വാ, ഞാൻ റൂമിലുണ്ട്. ആ കുക്കി, നീ ഇവിടെ ഇരിക്കുവായിരുന്നു. ഞാൻ ഇപ്പഴാ അവിടെ നടന്ന കാര്യമൊക്കെ അറിഞ്ഞത്. അതിനെപ്പറ്റി തിരക്കാൻ വന്നതാ. ആക്ച്വലി എന്താണ് ഉണ്ടായത്? എന്തോ കാര്യം? എവിടെ നടന്ന കാര്യം? എന്തോ പെണ്ണെ നിനക്ക്? ആ ബെസ്റ്റ്, ഇപ്പൊ അങ്ങനായോ? ആ സ്റ്റീഫനുമായിട്ട് കോളേജിൽ എന്തുവായിരുന്നു ഇഷ്യൂന്ന്? ഓ അത് പിന്നെ അങ്ങനെ ഞങ്ങളുടെ കൂടെ നടന്നതുകൊണ്ട് ഇങ്ങനൊരു സമ്മാനം കൂടെ നിനക്ക് കിട്ടി. നിങ്ങളുടെ കൂടെ നടന്നുണ്ടോ? അവനാരെ കണ്ടാലും ഒരു ചൊറിച്ചിലുണ്ടെന്നാണല്ലോ നില പറഞ്ഞേ. അത് സംഭവം ഉള്ളത് തന്നെ. പക്ഷെ നിന്റെ അടുത്ത് ഇപ്പൊ ഇനി ചൊറിഞ്ഞത് ഞങ്ങളുടെ കൂടെ നടന്നുകൊണ്ട് തന്നെ. ഇന്നലെ ഇന്ന് തുടങ്ങിയൊന്നും അല്ല ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ. അത് കുറച്ച് വർഷങ്ങളായിട്ടുള്ളതാ. അതിന്റെ ചൊറിച്ചിലുകൊണ്ടാണ് നിന്റെ വെക്കിട്ട് ഇപ്പൊ കയറാൻ വന്നത്. വർഷങ്ങളായിട്ടോ? അതെന്തുവാ? നിങ്ങളിപ്പോ നേരത്തെ പരിചയമുണ്ടോ? വർഷങ്ങൾ മീൻസ് 2-3 വർഷമായിട്ട്. ഡിഗ്രി തുടങ്ങിയിടം തൊട്ടുള്ള പരിചയമുണ്ടേ. അന്ന് തൊട്ടേ നിങ്ങൾ തമ്മിൽ അടിയാ? അല്ല, നിങ്ങൾ തമ്മിലുള്ള ശരിക്കുള്ള പ്രശ്നം എന്തുവാ? ആരുമായിട്ടാ പ്രോബ്ലം? എന്താ ഇഷ്യൂ? അത് പറയാൻ നിന്നെ ഇപ്പോഴെങ്ങും തീരൂല. വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണേ. അതിപ്പോ എങ്ങനെയാ തുടങ്ങിയെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ വലിയ കഥയാ. ഇപ്പൊ പറയാൻ വയ്യ. പിന്നെ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് ഞാൻ എല്ലാം പറഞ്ഞു തരാമേ. നിങ്ങളെല്ലാം ഇങ്ങനെ അറ്റവും മൂലയും പറഞ്ഞിട്ട് പോയാ എങ്ങനെ ശരിയാവാനാ? ഓ എന്റെ കുട്ടി, അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല. അവന്മാരും നമ്മളുമായിട്ട് ആദ്യം തൊട്ടേ പ്രശ്നങ്ങൾ തന്നെ, ചേർന്ന് പോവില്ല, അത്ര തന്നെ. ഓ ശരി. നിന്റെ അടുത്ത് ഞാൻ വേറൊരാളുടെ കാര്യം ചോദിക്കണമെന്ന് വെച്ചിരിക്കുമായിരുന്നു. അതെ, ഈ ആര്യനാരാ? ആഹാ, കൊള്ളാലോ. ഈ പേര് എവിടുന്ന് കിട്ടി? ആളെ അറിഞ്ഞൂടാ, പേരറിയാലേ? പേര് നിലയുടെ വായിന്ന് കിട്ടിയതാ. അവളിതാണൊക്കെ കുറെ കഥ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞതാണ് ഈ പേര്. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. വലുതായിട്ടൊന്നും മനസ്സിലായില്ല. കൂടുതലൊന്നും ചോദിച്ചാൽ പിന്നെ പറയത്തുമില്ല. മാമയാ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ അറിയുമ്പോൾ വലിയൊരു സസ്പെൻസ് ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോഴേ അറിയണ്ട, നേരിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. ആരാത്? ഞാൻ അന്നിട്ട് തൊട്ട് ആലോചിച്ചതാ നിൻ്റെ അടുത്ത് ചോദിക്കണം. പിന്നെ നിന്നെ കിട്ടിയില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ എന്താ പറയാനാ? എനിക്ക് തന്നെ പറയാമല്ലോ. നേരിട്ട് കണ്ടോ, അപ്പൊ അറിയാലോ ആരാണെന്ന്. അല്ലാതെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാനാ? ഇപ്പൊ ആരും കോളേജിൽ വരുന്നില്ല. അപ്പോ വരുമ്പോ കാണിച്ചു തരാം. ബെസ്റ്റ്. ഞാൻ നല്ല ആളോടാ ചോദിച്ചത്. എൻ്റെ തെറ്റാ, എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നീയും അവളും എല്ലാം കണക്ക് തന്നെ. ചേട്ടാ, എണീക്കടാ. എന്ത് ഉറക്കുവാ? എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കൂ? ഒന്ന് എണീക്ക്. എണീക്ക്. ഓ ഈ കുരിപ്പ് ഇടി, എന്തടി നിനക്ക്? ഉറങ്ങാനും സമ്മതിക്കൂല. എന്ത് കഷ്ടമാന്ന് നോക്കേ. ഇത്ര നേരമായി ചെവിതല കേൾക്കണ്ട മനുഷ്യൻ. നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് ഷോപ്പിങ്ങിന് പോണം. ഷോപ്പിങ്ങോ? ഇപ്പൊ എന്തിനാ ഷോപ്പിങ്? അങ്ങനെ ഷോപ്പിങ്ങിന് പോണെങ്കിൽ ഇന്ന റീസൺ വേണം എന്നൊക്കെ ഉണ്ടോ? അങ്ങനെയാണെങ്കിലും എനിക്കിപ്പോ റീസൺ ഉണ്ട്. നമ്മുടെ ഫ്രഷേഴ്സ് ഡേ വരുവാ. അപ്പൊ അവിടെ ഫംഗ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് ഡ്രസ് വേണം. ഓഹ് ഇടി പൊട്ടി, അതിനി സമയമുണ്ടല്ലോ. അതിനാണോ നീ ഇപ്പോഴേ ഷോപ്പിംഗ് എന്നും പറഞ്ഞിരിക്കുന്നേ? അത് പിന്നെ നമ്മൾ ഫുൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സമയമാകുമ്പോ കിടന്ന് ഓടിപ്പടിച്ച് വെപ്രാളം ഒടിച്ചൊന്നും ചെയ്യാനൊന്നും എനിക്ക് വയ്യ. അതുകൊണ്ട് ഇപ്പോഴേ നമ്മളെല്ലാം സെറ്റ് ആയിരിക്കണം. അപ്പം മുമ്പ് റെഡി ആയിക്കേ. പിന്നെ ഞാൻ കുക്കിനെ കൂടെ വിളിക്കുന്നുണ്ടേ. അവളെയും കൂടെ കൊണ്ടാ. സമ്മതിക്കരുത്. ഒരു വിധത്തിൽ മനുഷ്യനെ ജയിച്ചു എന്ന് സമ്മതിക്കരുത്. ഹായ് ആന്റി, കുക്കി എവിടെ? അവള് വീട്ടിൽ കാണും മോളെ. എന്താ? അല്ല ആന്റി, ഞങ്ങള് ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുക്കിനെയും കൂടെ കൊണ്ടുപോകാൻ ചോദിക്കാൻ വന്നയാ. അതിനെന്താ, അവളെവിടെ ഉണ്ട്? പോയി ചോദിച്ചു, വിളിച്ചോണ്ട് നോക്കൂ. ഓക്കെ ആന്റി. എങ്ങോട്ടാ തള്ളിക്കേറി പോന്നേ? എന്തായാലും മാത്താന്റെ അടുത്തോട്ടല്ല, വിട്ടേ, എനിക്ക് പോണം. ഓഹോ, അങ്ങനാണോ? വിടാടി, കൂക്കി ഇപ്പൊ നിന്റെ കൂടെ വിടാം. അമ്മ എന്താണോ മാക്കാനെ? മാക്കാൻ നിന്റെ മറ്റവനെ പേടി. മര്യാദക്ക് ചേട്ടാന്ന് വിളിയടി. മര്യാദ എനിക്ക് ഇച്ചിരി കുറവാ, വിളിക്കാൻ സൗകര്യമില്ല. അതെന്തു മാക്കാൻ 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 ഓടാ മാക്കാനെ. ഓഹോ, എന്താ രസം. ഇവിടുന്ന് നീ ഇന്ന് പൂക്കിനെ കൊണ്ട് പോകുന്ന എനിക്കൊന്ന് കാണണമല്ലെന്ന്.
വിടത്തില്ലടി, വിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അമ്മയുടെ അടുത്ത് ഇപ്പൊ തന്നെ ഞാൻ പോയി പറയും. അല്ല തനിക്ക് എന്താ, തന്റെ പ്രശ്നം എന്താ? ആദിച്ചേട്ടാ പ്ലീസ് കുക്കിനെ ഒന്ന് വിടൂ, എനിക്കൊന്ന് പോണം. ആ വിളിയില് എന്തോ ആക്കിയ പോലൊരു ഫീല്, ഒരു സുഖമില്ല. പുള്ളിന്ന് വരട്ടെ. ഉള്ളിന്നൊക്കെ വിളിച്ചപ്പോ വേറെ വലതായിരിക്കും വരുന്നത്. കൊച്ചുകുട്ടി എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഞാൻ ഒന്നും പറഞ്ഞില്ല ആദിച്ചേട്ടാ. ആദിച്ചേട്ടാ പ്ലീസ് ആദിച്ചേട്ടാ ഒന്ന് വിടവളെ. ഒരു വിധത്തിലാണ് ഞാൻ അവിടെ കാർത്തിക ചേട്ടനെ സെറ്റാക്കി വെച്ചത്. ഇനി ലേറ്റും കൂടെ ആയാ വേണമെങ്കിൽ ആ പേരും പറഞ്ഞ് ക്യാൻസൽ ആക്കും പ്ലീസ്. ഇതില് ഞാനൊരു ആക്കല് കാണുന്നു. എന്നാലും സാരമില്ല, ഇത്ര റിക്വസ്റ്റ് ചെയ്തല്ലേ. കൊണ്ടുപോ. ഇത് നിന്റെ അവസരം, ഒരിക്കൽ എനിക്കും കിട്ടും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്റെ പൊന്നെ, ഇത് ഇത്ര നേരമായി. എന്തോരു ഷോപ്പിംഗ് ആണോ എന്തോ. അവൾ ഒറ്റയ്ക്കാണേ തന്നെ ഞാൻ ഒരു 10 ഷർട്ട് എടുക്കുന്നതിൻ്റെ സമയം അവൾക്കൊരു ഉടുപ്പെടുക്കുക. ഇപ്പോൾ രണ്ടും കൂടെ ആയപ്പോഴത്തേനും തീർപ്പായി. ഇതെങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇതെടുക്കട്ടെ? എൻ്റെ പൊന്ന് ഋതു, നീ ഇങ്ങനെ എല്ലാം കൂടെ കാണിച്ച് കൺഫ്യൂഷൻ ആക്കാതെ. ഈ ഇരിക്കുന്ന 3 എണ്ണവും നല്ലതാണെന്ന് പറഞ്ഞാൽ ഇപ്പം അതാ അടുത്തത്. ഇതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യുന്നീ, പിന്നെയും പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വരാതെ. അത് പിന്നെ എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടടി, അതല്ലേ. ഒരു കാര്യം ചെയ്യ്, നീ ഇതിന്ന് സെലക്ട് ചെയ്യ്, എന്നിട്ട് നീ ഇത് വാങ്ങിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിടാലോ. നീ ഇവിടെ നിന്ന് നോക്ക്, ഞാനിതൊന്ന് ട്രൈ ചെയ്തിട്ട് വരാമേ. അതെ, കഴിഞ്ഞില്ലേ നിങ്ങളുടെ ഷോപ്പിംഗ്? ഇത് കുറെ നേരമായില്ലേ? ചേട്ടൻ വേണോ? ചേട്ടൻ പറ, ഇതിലേതാ നല്ലത്? ഓഹ് എൻ്റെ ഋതു, എല്ലാം കൊള്ളാം. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാന്ന് വെച്ചാ. ആണോ? എന്നാ ഇത് രണ്ടും ഞാൻ ഇട്ടിട്ട് വരാം, എന്നിട്ട് പറ ഏതാ നല്ലതെന്ന്. ഓ ശരി, ചെല്ല്. ഋതു ഇവിടെ? ഓ, അവള് ചേഞ്ച് ചെയ്യാൻ പോയോ? കർത്തിയോട് വയ്ക്കാം. കർത്തി, ഈ കളർ എനിക്ക് ചേരുന്നുണ്ടോ? കാർത്തിട്ടാ, ഇതെനിക്ക് ഓക്കെ ആണോ? ഹലോ കാർത്തി, താനെന്തോന്നും പറയാത്തെ? കൊള്ളില്ലേ? അല്ലടോ, കൊള്ളാം, ചേരുന്നുണ്ട്. എടാ കള്ള ചേട്ടാ, ഞാൻ ഒന്ന് മാറിയപ്പോഴേക്കും എന്തുവായിരുന്നു? ഏത് ലോകത്താ നീ? ഋതു, പെട്ടെന്ന് ഷോപ്പിംഗ് തീർക്ക്, ബാ പോവാ. ഇവനെന്തു പറ്റി? അമ്മേ, ഞാൻ കോളേജിൽ പോവാണേ. ആദ്യം വരുന്നുണ്ടല്ലോ, അവൻ്റെ കൂടെ പോക്കോ. ചേട്ടനോ? ചേട്ടൻ എന്തിനു വരുന്നേ? അമ്മ എല്ലാരും ഉണ്ട്, അവിടെ പ്രാക്ടീസ് അല്ലേ. ഋതുവും കാർത്തിയൊക്കെ ഉണ്ട്, പിന്നെന്താ? അതൊക്കെ എനിക്കറിയാം. അവനെ നിനക്ക് കൂട്ടിന് വിടുവല്ല ഞാൻ. അവൻ എന്തായാലും അവിടെ പോണം. അവന് ഡാൻസ് ഉണ്ടെന്ന്, ആരെയോ ഡാൻസ് പഠിപ്പിക്കാനുണ്ടെന്ന്. അങ്ങനെ അവൻ എന്തായാലും വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഡാൻസോ? ആരെ പഠിപ്പിക്കാൻ? എപ്പോ? ഞാൻ ഒന്നും അറിയില്ലല്ലോ. എന്തടി, നീ ഡാൻസ് ഒന്ന് കേട്ടിട്ടില്ലേ? അതെ, പഠിപ്പിക്കാൻ തന്നെ. നിനക്കൊക്കെ എൻ്റെ ഒരു വിലയിലെന്ന് വെച്ച് വിലയുള്ള പിള്ളേരൊക്കെ ഉണ്ടടി, എന്നെ പഠിപ്പിക്കാനായിട്ട് വിളിക്കുന്നവരൊക്കെ ഉണ്ട്. അതാര്? എന്നിട്ട് ചേട്ടന്റെ പെങ്ങളായ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. എൻ്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞില്ല. ആരെ പഠിപ്പിക്കാൻ പോവാ? അതൊക്കെ പൊന്നുമോൾ അവിടെ ചെന്ന് കണ്ടാ മതി. സമയം കളയില്ല, എന്നെ കാത്തിരിക്കുന്നൊരു കൊച്ചുണ്ട്. പെട്ടെന്നോ. ഞാനിവിടെ പഠിപ്പിക്കാൻ വന്നതാ. എന്തേ? അല്ല, നീ എന്താ ഇവിടെ? നിനക്കൊരു പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇതേ ഞാൻ പഠിക്കുന്ന കോളേജാ, എനിക്ക് പരിപാടി ഇല്ലെങ്കിലും എനിക്ക് ഇവിടെ വരാം. അല്ല, തന്നെ ആരാ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വിളിച്ചേ? ഋതു, നിർത്ത്. ഞാൻ ആദിച്ചേട്ടനോട് വരാൻ പറഞ്ഞു. നില, നീയോ? ഓ, നീ ആയിരുന്നല്ലേ അപ്പോൾ ആദിച്ചേട്ടൻ പറഞ്ഞ സ്റ്റുഡൻറ്റ്. ഓടി, നിൻ്റെ അടുത്ത് പറയാൻ ഞാനങ്ങ് വിട്ടുപോയതാ. അന്ന് ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ്റെ ഡാൻസ് അടിപൊളിയായിരുന്നു, അപ്പം എനിക്ക് ഡാൻസ് ചെയ്യണം. അപ്പം ഞാനാ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ എന്നെ വന്നൊന്ന് പഠിപ്പിക്കാമോന്ന്.
വീട്ടിൽ കിടന്ന് ഒടുക്കത്തെ ഷോ ആയിരുന്നു. അതാ ഞാൻ തിരക്കിയത് ആരാണ് ആ ഒരാളെന്ന്. ഓ ഇനി ഇവിടെ ഇതിനെ സഹിക്കണമല്ലേ? നീ എന്നെ എന്തിനാ സഹിക്കുന്നേ? ഞാൻ നിന്നെ പഠിപ്പിക്കാനല്ല, നിലേനെ പഠിപ്പിക്കാനാ വന്നത്. നീ എന്നെ സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞ, 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 ഞ. ഓ എൻ്റെ പൊന്നോ, നിർത്തുന്നുണ്ടോ രണ്ടും കൂടെ? ആ എല്ലാരും എന്നാ ചെയ്യാ? പ്രാക്ടീസിലാണോ? അല്ല, തുണി കഴിയുന്നു. എന്താ ഇത് കൊച്ചേ, നീ ഭയങ്കര ചൂടിലാണല്ലേ? ചേട്ടൻ ചുമ്മാ വന്ന് വിശേഷങ്ങൾ തിരക്കില്ലേ? ഇവിടെ നിന്ന് നീ അധികം വിശേഷം തിരക്കാൻ നിൽക്കണ്ട. പോയെ പോയെ. ഞാനല്ലേ നിന്റെ വിശേഷം തിരക്കാൻ വരുന്നില്ലടി കൊച്ചെ. ഞാൻ എന്റെ അരുവിയെ കാണാൻ വന്നേല്ലേ. വിശേഷം തിരക്കാൻ ചെന്ന് കയറി കൊടുക്കും. അവിടെ ചേട്ടൻ അവിടെ നിൽക്കുന്നത്. വെറുതെ ഒരു വിഷയം ഉണ്ടാക്കണോ മോനെ? ഓഹ്, അരുവിയുടെ ചേട്ടനാണോ അത്? നില, നിന്റെ പുതിയ സെറ്റപ്പ് ആണോടി? പട്ടി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഇല്ലേ നീ എൻ്റെ കൈൻ്റെ ചൂടറിയും. നില വേണ്ട, ഇവനോടൊക്കെ സംസാരിക്കാൻ പോയി വെറുതെ നിന്റെ കൾച്ചർ നീ നശിപ്പിക്കണ്ട. സ്റ്റീഫ, പിന്നെ ഞാൻ അന്നേ ഊങ്ങിയതാ. ഇനി നീ എന്റെ ഇത് വാങ്ങിച്ചിട്ടേ ഇവിടുന്ന് പോത്തോളൂ. അല്ല, നിനക്കിത്ര കൊള്ളാനെന്ത്? ഓ സോറി, നിന്റെ സെറ്റപ്പ് ആയിരുന്നല്ലോ കുറച്ചാള്. ഇപ്പൊ അവള് കൈവിട്ടു പോയില്ലയോ? പട്ടി, ചേട്ടൻ മതി, നിർത്ത്. കാർത്തിക് മതി, നിർത്ത്. വേണ്ടടാ, മാറടാ. മതി, നിർത്ത്. അവര് വന്നിട്ടുണ്ട് പുറത്ത്. ഞാനിപ്പോ പോന്ന്. പക്ഷെ നീ ഊങ്ങി വെച്ചോ, നിനക്ക് കരയാനുള്ളത് ഉടനെ വന്നോളൂ. ആര്യം വന്നു, അതവന്മാര് പോയത്. ആരാണോ? ഓ, ഇനി അവന്റെ കുറവും കൂടെ ഉള്ളൂ. മാറ്, ഞാൻ പോന്നു. ചേട്ടാ നിക്കവിടെ. കാർത്തിക് എന്താ? കാർത്തിയും ആര്യനുമായിട്ടും പ്രശ്നമാണോ? അതൊക്കെ പിന്നറിയാം. വാ, നിനക്കല്ലായിരുന്നു ആര്യനെ കാണേണ്ടത്. അവർ ഗ്രൗണ്ടിലുണ്ട്, വാ. Da da da